നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ദേശീയ ആയുർവേദ ദിനമായിട്ട് ആചരിക്കുകയാണ്. പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇന്നാണ് ആദ്യമായിട്ട് ഈ ദിനം ആചരിക്കാൻ തുടങ്ങുന്നത്. ഇനി എല്ലാ വർഷവും ഈ ദിനം ആചരിക്കുന്നുണ്ട്. ഈ ദിനം ആചരിക്കുന്നതിൻ്റെ പ്രാധാന്യം, ആയുർവേദത്തിൻ്റെ പ്രാധാന്യം, ഇന്നത്തെ ലക്ഷ്യം എന്താണ്, പ്രത്യേകമായിട്ട് ഉള്ള ഒരു അസുഖമാണ് പ്രമേഹം. പ്രമേഹ ചികിത്സയിൽ ആയുർവേദ രീതികൾ, ഇതെല്ലാമാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത്. എറണാകുളം കോട്ടുവള്ളിയിലെ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ കെ നിഷ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പം ആയുർവേദം ഒരു ജീവിത ശൈലിയാണെന്നാണ് പറയുന്നത് അല്ലേ? ആയുർവേദത്തിൻ്റെ ഒരു പ്രാധാന്യം എത്ര പറഞ്ഞാലും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. എന്നാൽ ദേശീയ ആയുർവേദ ദിനം ആചരിക്കാൻ തുടങ്ങുന്നത് ഇന്നാണ്. എന്താണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത്? ഇന്ന് ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഒരു ആയുർവേദത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസം പ്രത്യേകമായി മാറ്റിവെച്ച് ആചരിക്കുന്നത്. അതിൽ ഞങ്ങൾ ആയുർവേദ സമൂഹത്തിലുള്ള എല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കുന്ന ഒരു ദിവസമാണ്. ആയുർവേദത്തിൻ്റെ ആദ്യ ആചാര്യന്മാരിൽ ഒരാളായിരുന്ന ധന്വന്തരിയുടെ ജയന്തി ദിനമാണ് ഇന്ന്. ധന്വന്തരി ജയന്തിയാണ് ആയുർവേദ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ എല്ലാ വർഷവും ധന്വന്തരി ജയന്തിയുടെ അന്നാണ് ഈ ദിവസം വരിക അല്ലേ? അതെ, ധന്വന്തരി ജയന്തി ദിനത്തിലാണ് ആയുർവേദ ദിനം വരിക, അല്ലാണ്ട് ഒരു പ്രത്യേക തീയതിയായിട്ടല്ല. ഡോക്ടർ, പലപ്പോഴും ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ ഓരോ വർഷവും ആചരിക്കുമ്പോൾ, പ്രത്യേകിച്ച് അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആകുമ്പോൾ ഒരു തീം ഉണ്ടാവും ആ ഓരോ വർഷവും ഓരോ ദിവസത്തിൽ. നമ്മുടെ ഇന്ന് ഈ ദേശീയ ആയുർവേദ ദിനത്തിന് എന്തെങ്കിലും പ്രത്യേക തീമുണ്ടോ? ഉണ്ട്. ആദ്യം ഇന്നത്തെ ദേശീയ ആയുർവേദ ദിനം ആദ്യത്തെ ദിനം ആചരിക്കുമ്പോൾ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന മുദ്രാവാക്യം അല്ലെങ്കിൽ ഇന്നത്തെ ചിന്താവിഷയമായിട്ടുള്ളത് പ്രമേഹം നിയന്ത്രണവും പ്രതിരോധവും ആയുർവേദത്തിലൂടെ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. അത് ഇന്ന് മുതൽ അടുത്ത ഒരു വർഷത്തേക്ക് നീളുന്ന പ്രമേഹത്തിനെ കുറിച്ചുള്ള പ്രത്യേക ആയുർവേദ രീതിയിലുള്ള ചികിത്സയും പ്രതിരോധവും അതിൻ്റെ മാർഗങ്ങളും അതിനുള്ള ബോധവൽക്കരണ പരിപാടികളും അതിൻ്റെ പ്രത്യേക ക്ലിനിക്കുകളും അങ്ങനെയായിട്ട് ഒരു വർഷം പ്രമേഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ, പ്രമേഹം നിയന്ത്രണം എന്നുള്ളത് തന്നെയാണ് ആദ്യം വരുന്നത് അല്ലേ? അപ്പോൾ പ്രമേഹം വന്നിട്ട് ചികിത്സിക്കുക എന്നതിനേക്കാൾ പലപ്പോഴും വരാതിരിക്കാനുള്ള ഒരു ജീവിതശൈലി മാറ്റങ്ങളാണ് ആയുർവേദം പറയുന്നത് അല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് തുടങ്ങാൻ തോന്നുന്നു? പ്രമേഹം എന്ന് പറയുമ്പോൾ ആയുർവേദത്തിൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ചിട്ട് പ്രമേഹം മഹാരോഗങ്ങളിൽ ഒന്നാണ്. അതായത് ഏറ്റവും കൂടുതൽ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് പ്രമേഹം. അതുപോലെ തന്നെ ശരീരത്തിലെ മർമ്മപ്രധാനമായിട്ടുള്ള എല്ലാ അവയവങ്ങളെയും ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്ന രോഗമാണ് പ്രമേഹം. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായിട്ടുള്ള ത്രിദോഷങ്ങൾ, വാതവും പിത്തവും കഫവും 3 ദോഷത്തിനും ഒരുപോലെ ദുഷ്ടി ഉണ്ടാകുന്ന രോഗമാണ് പ്രമേഹം. മാത്രമല്ല ഇത് ഒരിക്കലും ചികിത്സിച്ച് പൂർണ്ണമായി മാറുന്ന ഒരു രോഗമല്ല. യാപ്യ രോഗം എന്നാണ് കൺസെപ്റ്റ്. അതായത് നമുക്ക് ഭക്ഷണവും ആഹാരവിഹാരങ്ങളിലെ ശ്രദ്ധയും കൊണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പോകുന്ന, കാലം കഴിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന രോഗങ്ങളിലൊന്നാണ് പ്രമേഹം. ഇതാണ് ആയുർവേദത്തിലുള്ള കൺസെപ്റ്റ്. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഒരു പൂർണ്ണമായി ചികിത്സിച്ച് മാറാത്ത ഒരു രോഗമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രമേഹം വന്നിട്ട് ചികിത്സിക്കാം എന്ന് കരുതുന്നതിനേക്കാളും ഇപ്പോഴും മുന്നിൽ നിൽക്കുന്ന ഐഡിയ എപ്പോഴും പ്രമേഹം വരാതെ നോക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് ആയുർവേദത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ തന്നെ ഇപ്പോൾ ആതുരവൃത്തം അഥവാ ചികിത്സ എന്നതിലുപരി സ്വസ്ഥവൃത്തം, അതായത് പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു ശാസ്ത്രശാഖയാണ് ആയുർവേദം. അപ്പോൾ അതിൽ തന്നെ പ്രതിരോധ ചികിത്സയെക്കുറിച്ചിട്ട് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നതും ഈ പ്രമേഹ ചികിത്സയോടനുബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ പ്രതിരോധ ചികിത്സ എന്ന് പറയുമ്പോൾ ഡോക്ടർ, നമുക്കറിയാം സാധാരണ കുറേ പേരിൽ ഇത് വരാൻ സാധ്യത, ഇപ്പോൾ ജനിതകമായിട്ട് അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ നേരത്തെ തന്നെ ഈ പറഞ്ഞ പോലെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാമല്ലോ അല്ലേ? ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഏത് പ്രായത്തിൽ തുടങ്ങണം എന്നുള്ളതാണ്? ഇപ്പോൾ മുൻപൊക്കെ നമുക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു, അതായത് ഈ പ്രമേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രായമായിട്ടുള്ളവരുടെ അസുഖമാണെന്ന്. പിന്നീട് നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേൾക്കാൻ തുടങ്ങി ഇപ്പോൾ 40-45 വയസ്സാകുമ്പോഴേ വരുന്നു എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ട് വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ വളരെ നേരത്തെ തന്നെ യൗവനാവസ്ഥയിൽ തന്നെ പലപ്പോഴും കുട്ടികളിലും പ്രമേഹം കാണുന്നു. അത് പ്രമേഹം 2 തരത്തിൽ വരുന്നുണ്ട്. ഒന്ന് ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ വ്യാധികൾ കൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള പാൻക്രിയാസിന് കേടുവരുത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ടുവരുന്ന ടൈപ്പ് 1 ഡയബറ്റീസ്, അതായത്
ഇൻസുലിൻ ശരീരത്തിൽ ആവശ്യത്തിന് ഉൽപ്പാദിക്കാത്ത അവസ്ഥയിലുണ്ടാകുന്ന ഡയബറ്റീസാണ്. അത് വളരെ നേരത്തെ ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടു തുടങ്ങും. അതല്ലാതെ ഇപ്പം അച്ഛനും അമ്മയ്ക്കും പ്രമേഹം ഉണ്ടെങ്കിൽ മക്കൾക്ക് പ്രമേഹത്തിനുള്ള സാധ്യത കൂടുതലാണ്. അതിൻ്റോടൊപ്പം തന്നെ മറ്റ് ഘടകങ്ങൾ, അതായത് നമ്മുടെ ജോലിയുടെ സ്വഭാവം, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി എത്രത്തോളം, നമ്മുടെ ഭക്ഷണ രീതി എങ്ങനെയുണ്ട്, ഇത്തരം കാര്യങ്ങൾ, പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലാതെയുള്ള മാനസിക സംഘർഷങ്ങൾ, നമ്മൾ വിശ്രമിക്കുന്ന സമയം എത്ര, നമ്മൾക്കുള്ള ലഹരിയുടെയോ മറ്റു സാധനങ്ങളുടെ ഉപയോഗത്തിൻ്റെ തോത്, ഇങ്ങനെ ഒന്നിലധികം ഘടകങ്ങൾ ഒരു വ്യക്തി, പ്രമേഹ സാധ്യതയുള്ള ഒരു വ്യക്തി പ്രമേഹ രോഗിയാകണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നതിൽ ഉൾപ്പെടുന്നുണ്ട്. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ ഉണ്ട്. ഹലോ ഹലോ ഹലോ, നമസ്കാരം. സംസാരിച്ചോളൂ ഡോക്ടറോട്. അലനല്ലൂരിൽ നിന്നാണ് മാഡം. ഹലോ, സംസാരിച്ചോളൂ, പറഞ്ഞോളൂ. നമ്മൾ ഈ പ്രമേഹത്തിന്റെ കാര്യം അറിയാൻ വേണ്ടിട്ടാണേ. അപ്പൊ അതൊരു ഫാസ്റ്റിംഗ് ഷുഗർ ഒരു 159 ഉണ്ട്. അപ്പൊ രണ്ട് കാലിനും തരിപ്പ് അനുഭവപ്പെടുന്നുണ്ടേ. ഇത് ആദ്യമായിട്ടാണോ ഫാസ്റ്റിങ്ങിൽ ഇത്രയും കാണുന്നത്? ആദ്യമായിട്ടാണോ പ്രമേഹം ഉണ്ടെന്ന് തിരിച്ചറിയുന്നത്? അല്ല, ഒരു എത്ര മാസമായിട്ടുണ്ടാവും? ഒരു വർഷാവാറായി. വേറെ മരുന്ന് വല്ലതും കഴിച്ചു തുടങ്ങിയിരുന്നോ? ഇല്ല, മരുന്ന് വേറെ ഡയബറ്റിക്കിനായിട്ട് വേറെ കഴിച്ചിട്ടൊന്നുമില്ല. ഇംഗ്ലീഷ് മരുന്നൊന്നും കാര്യമായിട്ട് കഴിച്ചിട്ടില്ല. ഭക്ഷണ നിയന്ത്രണത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് അല്ലേ? അതെ. അപ്പോൾ ഡോക്ടർ, ഇതുപോലെ പലരെയും നമുക്ക് കാണാം അല്ലേ, ഈ പ്രശ്നം ഉണ്ടെങ്കിലും ഭക്ഷണം നിയന്ത്രിക്കുന്നുണ്ട്, പക്ഷേ ഷുഗർ ലെവൽ കുറയുന്നില്ല. അത് പ്രമേഹത്തിൽ ഇപ്പോൾ ഇവർ തന്നെ പറഞ്ഞു, കാലിൽ പുകച്ചിൽ, വേദന തുടങ്ങിയ ലക്ഷണങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. പ്രമേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ രോഗം തുടങ്ങിക്കഴിഞ്ഞാലും വർഷങ്ങളോളം, 8-10 വർഷങ്ങളോളം ഒരു ലക്ഷണവും ഇല്ലാതെ നിൽക്കാൻ പറ്റുന്ന രോഗമാണ് പ്രമേഹം. അത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുക മറ്റെന്തെങ്കിലും ഒരു കാരണം, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കാലിൽ പുകച്ചിൽ വരണു, മരവിപ്പ് വരണു, വേദന വരണു, അല്ലെങ്കിൽ കാലിലൊരു വ്രണം ഉണ്ടാകുന്നു, അത് ഉണങ്ങുന്നില്ല, അത്തരം കാര്യങ്ങൾ വരുമ്പോഴായിരിക്കും പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇവർ രോഗമുണ്ടെന്ന് അറിഞ്ഞിട്ട് ഒരു വർഷമായിട്ടുള്ളൂ, പക്ഷേ ഈ രോഗം തുടങ്ങിയിട്ട് വർഷങ്ങളായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം തന്നെ പ്രമേഹത്തിൻ്റെ ഒരു ഉപദ്രവ വ്യാധികളിൽ ഒന്നായിട്ടുള്ള ഡയബറ്റിക് ന്യൂറോപ്പതി അതിൻ്റെ ലക്ഷണങ്ങളാണ്. അതായത് കയ്യിലോ കാലിലേക്കോ ഉള്ള പെരിഫറൽ ഞരമ്പുകളിൽ ആവശ്യത്തിനുള്ള പോഷണം ലഭിക്കാതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമേഹത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രക്തക്കുഴലുകൾ അടഞ്ഞടഞ്ഞടഞ്ഞ് പോകും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രക്തക്കുഴലുകൾ പോഷണം എത്തിക്കേണ്ട ശരീരഭാഗങ്ങളിൽ ആവശ്യത്തിന് പോഷണം കിട്ടാതെ വരും. നമ്മുടെ കാലുകളിലേക്കുള്ള നാഡീഞരമ്പിലെല്ലാം പോഷണം കിട്ടാതെ വരുമ്പോഴാണ് ഇത്തരം പ്രശ്നം. ആദ്യം പുകച്ചിൽ തുടങ്ങും, പിന്നെ മരവിപ്പ് വരും, കുറച്ച് കഴിഞ്ഞാൽ ശക്തിയായ ഷോക്ക് അടിക്കുന്ന പോലത്തെ വേദന വിശേഷങ്ങൾ വരും. ഇതെല്ലാം രാത്രി സമയങ്ങളിൽ കൂടുതലായിട്ട് വരും. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യത്തിന് ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ കാലിൽ നടക്കുമ്പോൾ ചെരുപ്പ് ഊരിപ്പോവുക, കാലിൽ ബാലൻസ് തെറ്റിപ്പോവുക തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് മാറും. ഇത് ന്യൂറോപ്പതിയാണ്. ഇതിന് ചെയ്യേണ്ടത് പ്രമേഹം നല്ല ചിട്ടയായിട്ട് ചികിത്സിച്ച് കൺട്രോളിൽ വരുത്തണം. അതിനോടൊപ്പം തന്നെ ആയുർവേദ ഔഷധങ്ങൾ, കാലിലുള്ള മസാജുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് പരിഹരിക്കാം. അടുത്ത ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഹലോ ഹലോ നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, ചോദിച്ചോളൂ. എന്റെ പേര് മധു എന്നാണ്. ഞാൻ ദോഹയിൽ നിന്നാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ. എന്റെ അമ്മ മരണപ്പെട്ടത് പ്രമേഹത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് സൈലന്റ് അറ്റാക്ക് ആയെന്നാണ് പറയപ്പെട്ടത്. ഓക്കെ, ഇപ്പോ സംശയം എന്താണ്? ഈ സൈലന്റ് അറ്റാക്ക് എന്താണ്, അത് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരികയാണെങ്കിൽ. നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം തന്നെയാണ് ഇത്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പെരിഫറിയിലേക്കുള്ള ഞരമ്പുകളിലെല്ലാം ന്യൂറോപ്പതിയുടെ ഭാഗമായിട്ട്, ന്യൂറോപ്പതി വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നിന്നുള്ള സെൻസേഷൻ ഒന്നും തന്നെ മുകളിലേക്ക്, അതായത് തലച്ചോറിലേക്ക് എത്തുന്നില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും രോഗികൾ വേദന അറിയില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഈ അറ്റാക്ക് വരുമ്പോൾ സാധാരണഗതിയിൽ തീവ്രമായിട്ടുള്ള വേദനയോടുകൂടി വരുന്ന അറ്റാക്കുകൾ പ്രമേഹ രോഗികളിൽ സൈലൻ്റായി പോകുന്നത്, അറിയില്ല, വേദന അറിയില്ല. പക്ഷേ ഇവരിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മറ്റ് ചില പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ, മുൻപ് ശ്വാസം മുട്ടില്ലാത്ത ഒരാൾക്ക് നെഞ്ചിൽ ഒരു ഭാരം
പോലെ അല്ലെങ്കിൽ ശ്വാസം മുട്ട് പോലെ, നെഞ്ചിലൊരു കല്ല് കയറ്റി വെച്ചിരിക്കുന്ന പോലത്തെ ഫീലിംഗ്, നെഞ്ചിലൊരു മുറുക്കം, ഇത്തരം ലക്ഷണങ്ങളെല്ലാം ഉണ്ടാകാം. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ലക്ഷണങ്ങളെല്ലാം ഉറക്കത്തിൻ്റെ ഇടയിലാണ് ഉണ്ടാകുന്നതെങ്കിൽ പലപ്പോഴും തീരെ അറിയാതെയും പോകും. ആ രീതിയിൽ സൈലൻ്റ് അറ്റാക്ക് വരും. ഇതേ ഈ ന്യൂറോപ്പതിയുടെ പ്രശ്നങ്ങൾ തന്നെയാണ് കാലിലെ വ്രണങ്ങളോ മറ്റോ ഉണ്ടാകുമ്പോഴും ഇവർ വേദന അറിയാതെ പോകുന്നത്. ഇതിനെ നിയന്ത്രിക്കുവാൻ വേണ്ടത് പ്രമേഹത്തിൻ്റെ ആകെക്കൂടെയുള്ള നിയന്ത്രണം മാത്രമാണ്. അത് സൈലൻ്റ് അറ്റാക്കിന് വേണ്ടി പ്രത്യേക ചികിത്സ എന്നല്ല, പ്രമേഹത്തിനോട് അനുബന്ധമായിട്ട് മറ്റു രോഗങ്ങൾ, അതായത് BP, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങൾ, ഹൃദ്രോഗ സാധ്യത എല്ലാം വളരെയധികം വർദ്ധിക്കും. അപ്പോൾ പ്രമേഹത്തിൻ്റെ നിയന്ത്രണം കൃത്യമായി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന് പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല വഴി. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ പ്രമേഹത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഭക്ഷണക്രമം നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് എല്ലാ രീതിയിലുള്ള ചികിത്സകളിലും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രമേഹ രോഗമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ചുണ്ടെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിയന്ത്രിക്കാനുണ്ട്. ഏതെല്ലാം ഭക്ഷണം കഴിക്കണം, ഏതെല്ലാം ഭക്ഷണം കൂടുതൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ ഒന്ന് പറയാം. പ്രമേഹം എന്ന് പറയുമ്പോൾ തന്നെ ആളുകളുടെ എല്ലാം മനസ്സിലുള്ള ഒരു വലിയ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു ആഹാര നിഷേധത്തിൻ്റെ കാലം തുടങ്ങാൻ പോവുകയാണല്ലോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് ശരിയല്ല. ആഹാര നിഷേധമല്ല, നമ്മൾ ഒരു ചിട്ടയായ ആഹാര വിധിയാണ് പ്രമേഹത്തിൽ ആവശ്യം. അപ്പോൾ നമുക്കറിയാം പ്രമേഹം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ഇൻസുലിൻ്റെ അപര്യാപ്തത അല്ലെങ്കിൽ ഇൻസുലിനോട് ശരീരം നടത്തുന്ന അനുസരണക്കേട് കൊണ്ട് ഈ ശരീരത്തിൽ പ്രധാനമായിട്ടും മെറ്റാബോളിസം എഫക്റ്റഡ് ആകുന്നത് അന്നജത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റാർച്ചിൻ്റെ മെറ്റാബോളിസമാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ സ്റ്റാർച്ച് കുറവുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അന്നജം കൂടുതലുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ധാന്യവർഗ്ഗങ്ങൾ, പ്രത്യേകിച്ച് അരി, പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആഹാരങ്ങളിലൊന്നായിട്ടുള്ള കപ്പ, ചക്ക, ഇതുപോലെയുള്ള സാധനങ്ങൾ, മധുര പലഹാരങ്ങൾ, മധുരം കൂടുതലായിട്ട് ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ, ഇതിലെല്ലാം തന്നെ ഈ ഗ്ലൂക്കോസിൻ്റെ, അന്നജത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട കാര്യമില്ല, ഇത് കുറയ്ക്കാം. ഓക്കെ ഡോക്ടർ, ഒരു കോളിന് ശേഷം തുടരാം നമുക്ക്. ഹലോ ഹലോ, നമസ്കാരം, സംസാരിച്ചോളൂ ഡോക്ടറോട്. ശരി. ഹലോ, ഇത് നീണ്ടായിരുന്നു ഷാജിയാണ് വിളിക്കുന്നത്. മാഡം, ഒരു ഡൗട്ട് ക്ലിയർ ആയിട്ട് വിളിച്ചതാണ്. അപ്പം എൻ്റെ ഫാദർ ഒരു ഡെയിലി അത്യാവശ്യം മദ്യം കഴിക്കുന്ന ഒരാളാണ്. അപ്പൊ പുള്ളി മദ്യത്തിന്റെ കൂടെ ഒഴിക്കുന്നത് മധുരപാനീയങ്ങളാണ്. അതായത് പെപ്സി, മൗണ്ടൻ ഡ്യൂ അങ്ങനത്തുള്ള ഐറ്റങ്ങളാണ് ഉപയോഗിക്കുന്നത്. പുള്ളിക്ക് നിലവിൽ ഷുഗർ ഒന്നുമില്ല, പക്ഷെ ഇതുകൊണ്ട് ഡയബറ്റീസ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ടോ? തീർച്ചയായും. എന്താണെന്ന് വെച്ചാൽ ഈ ലഹരി പാനീയങ്ങൾ, ഇപ്പം മദ്യം പോലെയുള്ള സാധനങ്ങളായാലും ശരി, ഇപ്പോൾ ഈ ചേർക്കുന്നു എന്ന് പറഞ്ഞ സോഫ്റ്റ് ഡ്രിങ്ക്സ്, പെപ്സി, കോള പോലെയുള്ളതായാലും ഇതിലെല്ലാം കലോറി വളരെയധികം കൂടിയതാണ്. അപ്പോൾ സാധാരണ നമ്മൾ കഴിക്കുന്ന പഞ്ചസാരയേക്കാളും 4-5 ഇരട്ടി പഞ്ചസാരയാണ് പലപ്പോഴും പെപ്സി, കോള പോലെയുള്ളത്, അതുപോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സിലും. അപ്പോൾ ഇത്തരം സാധനങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക, അതും കലോറി കൂടുതലുള്ള ഈ മദ്യം പോലെയുള്ള സാധനങ്ങളുമായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ പ്രമേഹത്തിനുള്ള ഒരു സാധ്യത നമ്മൾ വെട്ടി തുറന്നു കൊടുക്കുകയാണ്. പിന്നെ ഒരു വ്യക്തി പ്രമേഹം രോഗിയാകണോ വേണ്ടയോ എന്നുള്ളത് ബാക്കി ഘടകങ്ങളും അവരുടെ അധ്വാനം, പിന്നെ അവരുടെ പാരമ്പര്യ ഘടകങ്ങൾ, അങ്ങനെയുള്ള ഒന്നിലധികം ഘടകങ്ങളെയും കൂടെ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട് ഇദ്ദേഹം പ്രമേഹ രോഗിയായി തീർന്നേ പറ്റൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് ഒട്ടും ആരോഗ്യകരമായ ഒരു ശീലമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന ഒഴിവാക്കേണ്ട ആഹാര സാധനങ്ങളിൽ തീർച്ചയായും ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഈ മദ്യവും അതുപോലെ ഇതുപോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ്, കൂടുതലും മധുരം ചേർന്നിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ്. അദ്ദേഹത്തിന്റെ അച്ഛനും ഇത് കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കാം. അടുത്തൊരു കോളർ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടർ. പറയൂ. ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു, ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പൊ എനിക്ക് ഷുഗർ ഉള്ളതായിട്ട് ഇതുവരെയും അറിയില്ല. അപ്പൊ ഞാൻ ഇന്ന് എന്റെ ഉമ്മാനായിട്ട് പോയതാ. അപ്പൊ അവിടെ നിന്ന് ഇതിനെ സംബന്ധിച്ചിട്ടായിരുന്നു പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ നല്ലോണം ശ്രദ്ധിച്ചിരുന്നു. അതിനുശേഷം പിന്നെ അവിടുന്ന് കാലിലൊരു ചൊറിച്ചിലുണ്ട്, അതൊന്ന് കാണിക്കാൻ വേണം, അതിന് വേണ്ടിട്ട് പോയത്. അതും കൂടി നോക്കി കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു ഒന്ന് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യാം, BP ഒന്ന് ടെസ്റ്റ് ചെയ്യാം എന്നാണ്. നോക്കി, BP നോർമലായിരുന്നു. പിന്നെ ഷുഗർ അവിടുന്ന് വിരലുമ്മ കുത്തിയെടുത്തിട്ട് നോക്കിയതിന് ശേഷം അവർ പറഞ്ഞു നിങ്ങൾ മുകളിൽ പോയിക്കോ, അവിടെ പോയിട്ട് വേറെ ഒരു ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്തിട്ട് കാണിക്കുന്നു പറഞ്ഞു. അത് ചെയ്തപ്പോ അതിന്റെ റിസൾട്ട് വന്നപ്പോ 456.
ആ അപ്പൊ ഡോക്ടറെ വീണ്ടും കാണിച്ചു. വീണ്ടും കാണിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ കുറെ മധുരപലഹാരങ്ങളൊന്നും ഇന്നലെയൊക്കെ ആയിട്ട് കുറെ കഴിച്ചിട്ടുണ്ട്, അതിന്റെ പേരിലായിരിക്കും ഇതെന്ന് പറഞ്ഞു. ജിലേബി, ലഡു അങ്ങനെയുള്ളതൊക്കെ കുറെ കഴിച്ചിട്ടുണ്ട്, അതിന്റെ പേരിലാവാം. ഇതുവരെ ഷുഗർ അറിഞ്ഞിട്ടില്ലാത്ത ഒരാളാണ് 400 ചില്ലാൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് എങ്ങനെ സംഭവിക്കുന്നു? അത് ഭക്ഷണം കഴിച്ചിട്ട് എത്ര സമയത്തിന്റെ ഉള്ളിലാണ് രക്തം പരിശോധിച്ചത്? ഭക്ഷണം കഴിച്ചിട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടും ഭക്ഷണത്തിന് മുൻപും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടെസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്രമേഹം നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കാലിലൊരു ചൊറിച്ചിലുണ്ടായിരുന്നു, മാറാത്തൊരു ചൊറിച്ചിൽ എന്ന് പറഞ്ഞല്ലോ. ഇത് പലപ്പോഴും കാണുന്ന ഒരു പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഈ പ്രമേഹ രോഗികൾക്ക് ഇൻഫെക്ഷൻസ്, അണുബാധകൾ, എല്ലാ തരത്തിലുള്ള അണുബാധകളും കൂടുതലായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഫംഗൽ ഇൻഫെക്ഷനുകൾ, കാലിൻ്റെ വിരലിൻ്റെ ഇടയ്ക്കുള്ള ഇൻഫെക്ഷനുകൾ, അത് പതുക്കെ പതുക്കെ മുകളിലേക്കൊക്കെ പടർന്ന് കയറി വരും. അതുപോലെ തുടയിടുക്കിൽ, കക്ഷത്തിൽ, അങ്ങനെ കൂടുതൽ വേർപ്പ് വരുന്ന ഭാഗങ്ങളിലെല്ലാം ഇൻഫെക്ഷൻസ്, അണുബാധ വരാനും പലപ്പോഴും നമ്മൾ ഈ വിട്ടുമാറാത്ത ചൊറിച്ചിലുള്ളപ്പോഴായിരിക്കും രക്തം പരിശോധിക്കാൻ പറയുന്നത്. അപ്പോൾ അത് ഒരൊറ്റ ദിവസത്തെ ഭക്ഷണം കൊണ്ടാണോ ഇത്രയും പഞ്ചസാര കൂടിയത് എന്നുള്ളത് നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റില്ല. ഇതിൽ രക്തപരിശോധനകൾ ആവർത്തിക്കണം. എന്ത് തന്നെയായാലും ശരി, ഇപ്പോൾ ഒരു ലഡുവോ ഒരു ജിലേബിയോ കഴിച്ചതുകൊണ്ട് ഇത്രയും കൂടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഒരു രോഗത്തിൻ്റെ തുടക്കം കുറച്ച് നാളായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന് ഇനി ചിട്ടയോടെ ചികിത്സിക്കുകയും ആവശ്യമായിട്ടുള്ള പ്രതിരോധ നടപടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പ്രമേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ചികിത്സയുടെ ഒപ്പം തന്നെ പ്രതിരോധവും കൂടെ ഒപ്പം തുടർന്ന് പോകണം. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവാണ്, സംസാരിച്ചോളൂ. ഡോക്ടർ, ആ കോള് കട്ടായെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങൾ പലരും പറഞ്ഞ് നമ്മൾ കേൾക്കുന്നതാണ്. എല്ലാവരും മറ്റൊരു തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ നോക്കും. എനിക്ക് ഷുഗർ ഇല്ല, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. എന്നാൽ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളിത് അക്സെപ്റ്റ് ചെയ്യുകയും ഇതിൻ്റെ കൃത്യമായിട്ട് ജീവിതക്രമം മാറ്റിയെടുക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത അതൊന്ന് പറയാമോ? അതായത് പ്രമേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്രിയ സത്യം തന്നെയാണ്. നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. മറ്റു രോഗങ്ങളെ പോലെ തന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന കാരണം ഈ പറഞ്ഞ പോലെ ഇനി ആ ഒരു ജീവിതകാലത്തേക്ക് മുഴുവനുള്ള കുറേ വിലക്കുകൾ. ഇപ്പോൾ പ്രത്യേകിച്ചും മധുരത്തിനോട് കൂടുതൽ താല്പര്യമുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഈ മധുരത്തിനോടുള്ള വിലക്കുകൾ, പിന്നെ ആവർത്തിക്കുന്ന പരിശോധനകൾ എല്ലാം പ്രശ്നമാണ്. അപ്പോൾ അതാണ് ഈ ആക്സെപ്റ്റൻസിനൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രമേഹം വരാത്ത ആൾക്കാർ, പ്രമേഹ സാധ്യതയുള്ളവർക്കും ചെയ്യണം, പ്രമേഹം വന്ന രോഗികളും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമേഹത്തിൻ്റെ ചികിത്സ ആയുർവേദത്തിൽ പറയുമ്പോൾ നമുക്കൊരു 3 കാലുകളുള്ള ഒരു പീഠത്തിനോട് ഉപമിക്കാം. അതിൽ ഒന്നാമത്തെ പാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ നിയന്ത്രണം തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കലോറി കൂടിയ ആഹാരങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ആവശ്യത്തിന് മാത്രം മിതമായ അളവിൽ കലോറി ഉള്ള ആഹാരങ്ങൾ കഴിക്കുക. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് പ്രോട്ടീൻ. പലപ്പോഴും പ്രമേഹമുള്ള രോഗികളിൽ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൃത്യമായ പോഷണം കിട്ടാത്തത് കൊണ്ട് പേശികൾക്കെല്ലാം വേസ്റ്റിങ്, അതായത് ശോഷം വരാറുണ്ട്. അപ്പോൾ അത് പരിഹരിക്കുവാനായിട്ട് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഭക്ഷണത്തിൽ ചോറ് കുറയ്ക്കുന്നതിന് പകരം എല്ലാവരും ഈ കറികളും മറ്റ് പയറ്, പരിപ്പ് പോലെയുള്ള സാധനങ്ങളും പോഷക ഗുണമുള്ള സാധനങ്ങളാണ് ഒഴിവാക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് ആവശ്യത്തിന് പ്രോട്ടീൻ അടങ്ങിയ ആഹാരം കഴിക്കണം. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒന്നാണ് ആവശ്യത്തിന് പച്ചക്കറികൾ കഴിക്കുക, നാരുകളടങ്ങിയ ഭക്ഷണം ധാരാളമായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ ഡോക്ടർ. പറയൂ. നമസ്കാരം. ഹലോ, ഇത് എന്റെ പപ്പയുടെ കാര്യം ചോദിക്കാനാണ്. പപ്പയ്ക്ക് ഇപ്പോൾ കുറെ നാളായിട്ട് ഒരു 18 വർഷത്തോളമായിട്ട് BP ഉണ്ടായിരുന്നു. പക്ഷെ ഇതുവരെയ്ക്കും ഷുഗർ ഉണ്ടെന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നു. ഒരു 2-3 മാസത്തിന് മുമ്പാണ് പെട്ടെന്ന് ഭയങ്കര തളർച്ച പോലെ വന്നിട്ട് കൊണ്ടുപോയപ്പോഴത്തേക്ക് 300 ഉണ്ടായിരുന്നു ഷുഗർ ലെവല്. അപ്പോ ഇപ്പോ ഒരു 2-3 മാസമായിട്ട് ട്രീറ്റ്മെന്റിലാണ്. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും കാലുവേദന, വയറുവേദന ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇന്നലെ ടെസ്റ്റ് ചെയ്തപ്പോൾ 176 ആണ് ഫാസ്റ്റിംഗില് കിട്ടിയത്. അപ്പൊ പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ എടുക്കുന്നുണ്ട്. ഫുൾ എക്സസൈസ് ചെയ്യുന്ന ആളാണ്. വേറെ ദുശീലങ്ങളൊന്നുമില്ല. ഫുൾ ഡയറ്റ് കൺട്രോൾഡ് ആണ്.
എല്ലാം പക്കായിട്ട് കൊണ്ടുവരുന്ന ആളാണ്. ഒരു 18 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാം രാവിലെ ലവേഴ്സ് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ ആയുർവേദത്തിൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ബി പി ഉണ്ടായിരുന്ന, ഇത്രയും വർഷമായിട്ട് ബി പി ഉണ്ടായിരുന്ന ഒരു രോഗി ഇപ്പോൾ പ്രമേഹവും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുന്നു. അത് ഈ ഒരു രോഗങ്ങൾ സഹോദരങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. രക്തസമ്മർദ്ദം, അതുപോലെ പ്രമേഹം, അതുപോലെ കൊളസ്ട്രോളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഒരു രോഗം വന്നു കഴിഞ്ഞാൽ മറ്റു രോഗങ്ങളെ കൂടെ ബാധിക്കാനുള്ള ഒരു സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മരുന്നുകൾ കഴിക്കുന്നുണ്ട്, പക്ഷെ അതിലും കൂടെ കൺട്രോൾ ആവാത്ത രീതിയിലാണ് ഷുഗർ നിൽക്കുന്നത്. അത് ഒരുപക്ഷെ ഇത്രയും വർഷം പഴക്കമുള്ള രോഗത്തിൻ്റെ ആയതിൻ്റെ ഒരു കാരണം ഉണ്ടാകാം. പിന്നെ ഇതിന് ആയുർവേദ മാർഗ്ഗങ്ങൾ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആയുർവേദ ഔഷധങ്ങളുണ്ട് പ്രമേഹത്തിന്. അത് കേവലം രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല, അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രമേഹം കൊണ്ടുണ്ടാകുന്ന ബാക്കി കോശ സമൂഹങ്ങൾക്ക് ഉണ്ടാകുന്ന കേടുപാട്, ഇപ്പോൾ ന്യൂറോപ്പതി ആയാലും റെറ്റിനോപ്പതി ആയാലും നെഫ്രോപ്പതി ആയാലും അതുപോലെയുള്ള കോംപ്ലിക്കേഷൻസിൽ ഉണ്ടാകുന്ന കേടുപാടുകൾ പരിഹരിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ജനറലായിട്ടുള്ള ആരോഗ്യത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ ആയുർവേദ ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളിലെല്ലാം ആൻറ്റി ഓക്സിഡൻസ് ധാരാളമുണ്ട്. അത് കാരണം അത് ഈ ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യാനും കേടുപാടുകൾ പരിഹരിക്കുവാനും സഹായിക്കും. അപ്പോൾ അത് അടുത്തുള്ള ഒരു ആയുർവേദ അംഗീകൃത യോഗ്യതയുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് കൃത്യമായ ഫോളോ അപ്പുകളോട് കൂടി ചികിത്സിക്കുന്നതായിരിക്കും അഭികാമ്യം. ഡോക്ടർ, പലപ്പോഴും ഈ പ്രമേഹം പോലുള്ള അസുഖങ്ങൾ വരുമ്പോൾ ആയുർവേദം കഴിക്കണമെന്ന് പറയുമ്പോൾ ആദ്യത്തെ പേടി സസ്യാഹാരി ആവേണ്ടി വരുമോ എന്നുള്ളതാണ്, വെജിറ്റേറിയൻ ആയിരിക്കണം എന്നുള്ളൊരു ധാരണ. ഈ ധാരണ ശരിയാണോ എന്നുള്ളതാണ്. ആയുർവേദത്തിനെ കുറിച്ച് പൊതുവേ ജനങ്ങൾക്കൊരു ധാരണയുണ്ട്, ആയുർവേദം കഴിക്കുമ്പോൾ വെജിറ്റേറിയൻ മാത്രമേ പാടുള്ളൂ എന്നുള്ളത്. അതൊരു തെറ്റായ ധാരണയാണ്. ചില പ്രത്യേക തരം അലർജി സംബന്ധിച്ചിട്ടുള്ള രോഗങ്ങൾ, അത്തരം ചില പ്രത്യേക അവസ്ഥകളിൽ മാത്രം നമ്മൾ നോൺ വെജിറ്റേറിയൻ പൂർണ്ണമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാറുള്ളൂ. അല്ലാത്ത സമയത്ത് നോൺ വെജിറ്റേറിയൻ കഴിച്ചതുകൊണ്ട് കുഴപ്പമില്ല. പല രോഗങ്ങളിലും, ഇപ്പോൾ പല വാതരോഗങ്ങളിലും, ഇപ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതി പോലെയുള്ള രോഗങ്ങളിലേക്കായാലും അല്ലെങ്കിൽ കരളിനെ ബാധിക്കുന്ന രോഗങ്ങളിൽ, ഇതിലെല്ലാം തന്നെയും വെജിറ്റേറിയൻ അല്ല, അതിൽ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് പലപ്പോഴും നോൺ വെജിറ്റേറിയൻ ആഹാരമാണ്. അപ്പോൾ പ്യുവർ വെജിറ്റേറിയൻ ആയിരിക്കണം എന്നുള്ള ഒരു അവസ്ഥയില്ല. പ്രമേഹ രോഗത്തിൻ്റെ ചികിത്സയെ സംബന്ധിച്ചിടത്തോളം വെജിറ്റേറിയൻ മാറേണ്ട ഒരു അവസ്ഥയില്ല. ആഹാരക്രമത്തോടൊപ്പം തന്നെ ജീവിതക്രമം, പ്രത്യേകിച്ച് ഈ മാറിയ സാഹചര്യത്തിൽ ഒരുപാട് സമയം ജോലിക്ക് പോകുന്നവർ തൊഴിലിടങ്ങളിൽ ഉറക്കം നിൽക്കേണ്ട അവസ്ഥയുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ പുതിയ തലമുറയ്ക്ക്, അപ്പോൾ അവർ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. അത് നമ്മളെ ഇപ്പോൾ ഈ പ്രമേഹത്തിൻ്റെ ഇപ്പോൾ ഈ ചികിത്സയിൽ വന്നിട്ടുള്ള ആധുനിക സൗകര്യങ്ങൾ വന്നിട്ടും മെച്ചപ്പെട്ട അവയർനെസ് എല്ലാവർക്കും ഉണ്ടായിട്ടും പ്രമേഹം ഒരു പിടികിട്ടാ പുള്ളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഈ ആവശ്യത്തിന് ഉറക്കം കിട്ടായിക, അത് തന്നെ മാനസിക സമ്മർദ്ദം കൂടുന്ന സാഹചര്യങ്ങളിൽ തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഇൻസുലിൻ്റെ പ്രൊഡക്ഷന് താളപ്പിഴകൾ ഉണ്ടാകും. അത് പ്രമേഹത്തിനെ ഉണ്ടാക്കും. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് നിശ്ചിതമായ അളവിൽ വിശ്രമം വേണം. പക്ഷേ പ്രമേഹ രോഗികളുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സമയം വിശ്രമിക്കാനായിരിക്കും അവർ ആഗ്രഹിക്കുക, ക്ഷീണം കൊണ്ട്. പക്ഷേ അത് ബോധപൂർവം ഒഴിവാക്കിയേ പറ്റൂ. കാരണം വ്യായാമത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് പ്രമേഹത്തിൻ്റെ ചികിത്സയിൽ. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഗ്ലൂക്കോസ് രക്തത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇതിനെ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ അളവിൽ ഇൻസുലിൻ ഇല്ല. അപ്പോൾ ഇതിനെ കൂടുതൽ ഉപയോഗിച്ച് തീർക്കുക എന്നുള്ളത് ഒരു പരിഹാര മാർഗ്ഗമാണ്. അതുകൊണ്ട് പ്രമേഹ രോഗികൾ, പ്രമേഹ സാധ്യതയുള്ളവരും വ്യായാമം ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള വ്യായാമങ്ങൾ, ഇപ്പോൾ യോഗയാകാം, അല്ലെങ്കിൽ കളികൾ, ഇപ്പോൾ ഷട്ടിൽ പോലെയുള്ള ഗ്രൂപ്പായിട്ട് കളിക്കാൻ പറ്റുന്ന കളികൾ, അങ്ങനത്തെ എല്ലാം ആകുമ്പോൾ മാനസിക സമ്മർദ്ദത്തിനും കൂടെ ഒരു പരിഹാരമാകും. ഓക്കെ ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.